നമസ്കാരം. ഡെയിലി 10 PYQ PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10 ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് VP മേനോൻ എഴുതിയ പുസ്തകമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം, അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം. ഓപ്ഷൻ സി, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഖുശ്വന്ത് സിംഗും. ഓപ്ഷൻ 4, വിങ്സ് ഓഫ് ഫയർ എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമും ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. ബന്ധപ്പെട്ടവയാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ. ഓപ്ഷൻ എ, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്, തെറ്റാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നയരൂപീകരണത്തിനും പദ്ധതി നടത്തിപ്പിനും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ബന്ധപ്പെട്ടവ ഏതൊക്കെ എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ 2 ഒഴിച്ച് 1, 3, 4 ശരിയാണ്. therefore ആൻസർ ഓപ്ഷൻ D ആണ് ഉത്തരം ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം കേരളത്തിലായാലും ഉണ്ട്, കേന്ദ്രത്തിനുമുണ്ട്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര തലത്തിലും ഉണ്ട് വിവരാവകാശ കമ്മീഷനുകൾ. രണ്ടാമത്തെ ഓപ്ഷൻ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാതെ അംഗങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നതായിരുന്നു ചോദ്യം. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ D, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഈ ചോദ്യം പല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാവുന്നതാണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അത് നമുക്കറിയാം, അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പല്ല. സംസ്ഥാന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് ശരിയായ ഉത്തരമാണ്. രാജ്യസഭ, ലോക്സഭ തിരഞ്ഞെടുപ്പ് ശരിയായ ഉത്തരമാണ്. ഏതൊക്കെയാണ് എന്നതായിരുന്നു ചോദ്യം. അതുകൊണ്ട് ഓപ്ഷൻ 2 ഒഴിച്ച് വരുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. therefore ആൻസർ ഈസ് ഓപ്ഷൻ B, 1, 3, 4 മാത്രം. അടുത്ത ചോദ്യം, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിംഗലി വെങ്കയ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്തെടുത്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? PSC സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതികൾ ധാരാളമായി ചോദിക്കാറുണ്ട്. ചില ചോദ്യങ്ങളിൽ ഏതാണ് സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് എന്ന് ചോദിക്കാറുണ്ട്.
നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനിൽ വരുന്ന ഒരു പദ്ധതി അല്ല, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം എന്താണ്? ഇനി എന്താണ് താലോലം പദ്ധതി? താലോലം പദ്ധതി 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പദ്ധതിയാണ് താലോലം. അതായത് അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള സെറിബ്രൽ പാൾസി അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ഡിസീസസ്, കിഡ്നി ഡിസീസസ് പോലുള്ള അസുഖങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. ആശ്വാസകിരണം എന്ന് പറയുന്നത് ശാരീരികമായോ മാനസികമായോ അവശതകൾ കാരണം കിടപ്പിലായ രോഗികളെ നോക്കുന്ന ആൾക്കാർക്ക് പ്രതിമാസം 600 രൂപ വെച്ച് നൽകുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തെറ്റായ പ്രസ്താവന ഏത് എന്നായിരുന്നു ചോദ്യം. അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, പ്രസ്താവന 3 തെറ്റാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര്. 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എ ഷാജഹാനാണ്. എ ഷാജഹാൻ. അവസാനത്തെ ചോദ്യം, എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2-നാണ്. ഇതായിരുന്നു ഇന്നത്തെ 10 ചോദ്യങ്ങൾ. അടുത്ത 10 ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.